ആസ് എ പ്രൊഡ്യൂസർ എന്ന രീതിയിൽ സൈജേട്ടാ ആദ്യ സിനിമ തിയേറ്ററുകളിൽ നല്ല കണ്ടന്റ് ആയിട്ട് പോലും സിനിമയ്ക്ക് ആൾക്കാർ കയറാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. OTT-യിലാണ് വലിയ സ്വീകാര്യത കിട്ടിയത്. അപ്പൊ സെക്കൻഡ് പാർട്ട് എത്തുമ്പോൾ സിനിമയെ എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്ന രീതിയിലൊരു പ്ലാൻ ഒക്കെ ഉണ്ടാവും? പ്ലാനിങ് ഉണ്ട്. പ്ലാൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ഇൻട്രാക്ഷൻ ഉൾപ്പെടെ അതിൻ്റെ ഭാഗമാണ്. പിന്നെ ഇതിനൊരു കറക്റ്റ് ഫോർമുല ഇല്ലല്ലോ ആൾക്കാരെ തിയേറ്ററിലേക്ക് എത്തിക്കാനുള്ള. ആൾക്കാർ എപ്പോഴും ഒരു ഓഡിയൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് തോന്നുന്നത് അവരൊരു പാക്കേജാണ് നോക്കുന്നത്. ആ പാക്കേജ് അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുവാണെങ്കിൽ അവർ തിയേറ്ററിലേക്ക് പോകും. അതിനിപ്പം ഒരുപാട് പ്രൊമോഷൻസ് ഇല്ലെങ്കിൽ തന്നെ പക്ഷെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. കാരണം ഇങ്ങനൊരു പടം വരുന്നുണ്ടെന്നുള്ളത് അറിയണമല്ലോ. ഭരതനാട്യത്തിനെ സംബന്ധിച്ച് അന്നത്തെ ആ പാക്കേജിൽ ഓഡിയൻസിന് ഒരു പക്ഷേ ചിലപ്പോൾ ഒരു ഭയങ്കര ഒരു ഹൈ കിട്ടിക്കാണില്ല ആ ഒരു പാക്കേജിൽ. അല്ലെങ്കിൽ ഒരുപാട് പേരിലേക്ക് ഇത് റീച്ച് ആയി കാണില്ല. ഭരതനാട്യം എന്ന് പറഞ്ഞൊരു സിനിമ വരുന്നുണ്ടെന്നുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജോണർ റീച്ചായി കാണില്ല. അങ്ങനെയൊക്കെ സംഭവിച്ച് കാണാം. നമുക്കിപ്പം ഒരു കറക്റ്റ് ഐഡിയയിൽ എന്തുകൊണ്ടാണത് വർക്കാവുന്നതെന്നുള്ളത് ഇപ്പോഴും നമുക്കറിയില്ല. കുറച്ച് പേരെങ്കിലും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അതൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് കൊടുക്കാത്തൊരു പടമാണ്. അത് നമുക്ക് നല്ലൊരു പടമാണ്, പക്ഷേ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ചിലപ്പോൾ അതിന് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം അതൊക്കെ കവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ മോഹിനിയാട്ടം ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. തിയേറ്ററിക്കൽ വ്യൂവിന് തന്നെ പറ്റിയൊരു സിനിമയായിട്ടാണ്. കുറച്ചുകൂടെ അതാണ് വലിയ ഇൻഫ്രാസ്ട്രക്ചറിലാണ് നമ്മൾ സിനിമ ചെയ്തിരിക്കുന്നത്. ബഡ്ജറ്റ് ഭരതനാട്യത്തിനേക്കാളും 3 times കൂടുതലാണ് ഇതിൻ്റെ ബഡ്ജറ്റ്. എൻ്റെ കരിയറിലെ എൻ്റെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് ഞാൻ ലീഡ് റോൾ ചെയ്ത പടങ്ങളിൽ വെച്ച് നോക്കുവാണെങ്കിൽ. സോ പിന്നെ ഇതിൻ്റെ ഒരു ജോണറിൻ്റെ ഒരു പ്രത്യേകത, ഇതൊരു ഫാമിലി മൂവിയാണെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഫാമിലി മൂവിയാണ്. പക്ഷേ ഇത് ഏതൊരു ജനറേഷനെ അട്രാക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റർടൈൻ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു മൂവി ആയിരിക്കും മോഹിനിയാട്ടം. ഇതിൻ്റെ അകത്ത് ഹ്യൂമറുണ്ട്, ഡാർക്ക് ഹ്യൂമറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ക്രൈം ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അവിടെയും ക്രൈം ത്രില്ലർ എന്ന് പറയുമ്പോൾ നമ്മളിതൊരു സീരിയസ് സിനിമയാണോ എന്ന് വിചാരിക്കും. അല്ല, ഇത് ഹ്യൂമറിൽ തന്നെ പൊതിഞ്ഞ് പറയുന്നൊരു സിനിമയാണ്.